നമസ്കാരം പ്രിയരെ. ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. നീ എന്താടാ കൃഷ്ണകുമാർ ഈ പറയുന്നത്? ഒരു കൈയില്ലാത്ത ആ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? കയ്യോ കാലോ ഇല്ലെങ്കിലും പോട്ടെ, ഇതിപ്പോ അതിനെ കെട്ടിയാൽ ഒന്നല്ല 3 പെൺപിള്ളാരുടെ ബാധ്യതയാണ് നിന്റെ തലയിൽ വന്ന് വീഴാൻ പോകുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മാവൻ ഉറഞ്ഞു തുള്ളുമ്പോൾ കൃഷ്ണകുമാർ അമ്മയുടെ മുഖത്തേക്കൊന്ന് കടുപ്പിച്ചു നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ തന്നെയാണ് ഏട്ടനെ വിളിച്ചു വരുത്തിയത്. ആവതില്ലാത്ത സമയത്തെ എനിക്കിച്ചിരി വെള്ളം അനത്തി തരാനാണ് ഈ വീട്ടിലെ ഒരു മരുമോൾ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇതിപ്പോ മുട്ടിന് താഴോട്ട് വലത് കൈയാണില്ലാത്തത്. അതിനെ കൊണ്ട് എന്തിനു കൊള്ളാം? അമ്മണിയമ്മ കത്തിക്കയറിയതും അത്രയും നേരം മിണ്ടാതെ നിന്നവന്റെ ശബ്ദം അവിടെ പൊങ്ങി. അമ്മേ, ഞാനൊരു കാര്യം പറയാം. അമ്മ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. ദേ, ഈ കാണുന്ന എന്റെ വലത് കൈ കണ്ടോ? അതിന് പകരമാണ് കൊച്ചുമോടെ വലത് കൈ പോയത്. അതിന് പകരം കൊടുക്കാൻ എനിക്ക് എന്റെ ജീവിതവും ജീവനും മാത്രമേ ഉള്ളൂ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊച്ചുമോളായിരിക്കും എന്റെ പെണ്ണായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മയ്ക്ക് ഇപ്പോഴും എതിർപ്പാണെങ്കിൽ അവളെയും കൊണ്ട് ഞാൻ മറ്റൊരു വീടെടുത്ത് മാറി താമസിച്ചോളാം. ശിവ, നീ വടാ. ഉമ്മർപ്പടിയിലിരുന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മാവന്റെ മോൻ ശിവനെയും വിളിച്ചുകൊണ്ട് ബുള്ളറ്റ് എടുത്ത് അവൻ പോയത് ആൽത്തറയിലേക്കാണ്. അവിടെ ഇരുന്നവൻ ചുറ്റും നോക്കുമ്പോൾ ഇന്നത്തെ അവന്റെ ജീവിതം പോലെ നിശബ്ദമാണ് അവിടെ. എന്നാൽ ഒരിക്കൽ അവന്റെ ജീവിതവും ഈ ആൽത്രയും ഒരുപോലെ പ്രക്ഷുബ്ധമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ചോരത്തളത്തിൽ ഉത്സവ പറമ്പുകളിൽ മതിച്ചു നടന്ന കൃഷ്ണകുമാർ കൊണ്ടും കൊടുത്തും പാർട്ടി പ്രവർത്തനങ്ങളുമായി നടന്ന ഒരു കാലം. ഒപ്പം നാട്ടിലുള്ള പെൺകുട്ടികളെ കമന്റ് പറഞ്ഞുമൊക്കെ ജീവിതം ആസ്വദിച്ച് നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ അവൻ കൊച്ചുമോളെയും കണ്ടിരുന്നു. എന്നാൽ അവളോടന്ന് അവന് പ്രണയം തോന്നിയില്ല. കാരണം കൃഷ്ണകുമാറിന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടി ആയിരുന്നില്ല അവൾ. അല്പം കറുത്തുമെലിഞ്ഞ ഒരു പെണ്ണ്. അവളുടെ കണ്ണുകൾ പോലും അവനെ ആകർഷിച്ചിരുന്നില്ല. പ്രാരാബ്ദങ്ങൾക്കിടയിൽ പശുവിനെ കറന്നും കോഴിമുട്ട വിറ്റും ജീവിച്ചിരുന്ന ഒരു കൊച്ചു കുടുംബം. അവന്റെ വീട്ടിൽ പാല് കൊടുക്കാൻ രാവിലെ വന്നുകൊണ്ടിരുന്നതും അവളാണ്. എങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും അവൻ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ശ്രദ്ധിക്കാനും മാത്രം ഒന്നുമില്ല അവൾ. ആ കൊല്ലവും പതിവ് പോലെ പൂരത്തിന് കൊടികയറി. കഴിഞ്ഞ പൂരത്തിന്റെ ബാക്കി പത്രമായി ഈ കൊല്ലവും വെട്ടും കുത്തും നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രതയിലായിരുന്നു. പൂരത്തിന്റെ അവസാന ദിവസം എല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നു. നാട്ടിലെ സുന്ദരികളായ തരുണിമണികൾ കുളിച്ച് കണ്ണെഴുതി പൊട്ടും തൊട്ട് മുല്ലപ്പൂവും ചൂടി വരുമ്പോൾ അവർക്കിടയിൽ കൊച്ചുമോളും ഉണ്ടായിരുന്നു. സുന്ദരികളെ വായി നോക്കി നടക്കുന്ന സമയം കൊച്ചുമോളെ ആര് ശ്രദ്ധിക്കാനാണ്? അവൾ അവന്റെ കൺമുമ്പിൽ പോലും ഇല്ലായിരുന്നു. എന്നാൽ ഒരു നിമിഷം കൊണ്ടാണ് പൂരത്തിന്റെ ഗതി മാറിയത്. എവിടെ നിന്നൊക്കെയോ ചീറിപ്പാഞ്ഞു വന്ന ആളുകൾ കൃഷ്ണകുമാറിനെയും കൂട്ടുകാരെയും വട്ടം ചുറ്റി. പിന്നെ അടിയായി, ചെറുത്തുനിൽപ്പായി. ആളുകൾ ചുറ്റും ചിതറിയോടി. ഓട്ടത്തിനിടയിൽ കാൽ പിഴയ്ക്കുന്നവർ അടിയുടെ ഇടയിലേക്കും തെറിച്ചു വീണു. അവർക്കും ആ നിമിഷം ആവശ്യത്തിലധികം കിട്ടി. അങ്ങനെ കൊച്ചുമോളുടെ കാലും പിഴച്ചു. അവളും ആ ബഹളത്തിനിടയിലേക്ക് തെന്നി വീണത് പെട്ടെന്നായിരുന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ ഉടക്കിയത് കൃഷ്ണകുമാറിന്റെ വലത് കൈ ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്ന ഒരു വാളിലാണ്. കൃഷ്ണകുമാറേട്ടാ! കുഞ്ഞിലെ മുതൽ കണ്ടുപരിചയമുള്ള കൃഷ്ണകുമാറിന്റെ നേരെ പാഞ്ഞു വരുന്ന കൊടുമാളിന്റെ മുൻപിലേക്ക് ഒരു കുഞ്ഞിപ്പെണ്ണ് ഒന്നും ആലോചിക്കാതെ ചാടിക്കയറിയത് നിമിഷനേരം കൊണ്ടായിരുന്നു. അന്നവൾക്ക് ഒരു 15-16 വയസ്സ് മാത്രം പ്രായം. അതിന്റെ എടുത്തുചാട്ടവുമായിരിക്കാം അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ അവളുടെ മനസ്സിന്റെ നന്മ. കൃഷ്ണകുമാറിന്റെ വലത് കൈക്ക് പകരം അന്ന് അവിടെ അറ്റുവീണത് അവളുടെ കുഞ്ഞു കൈയാണ്. ഒരു നിമിഷം കൊണ്ട് അവിടുത്തെ ബഹളം മുഴുവൻ നിശ്ചലമാകുമ്പോൾ കൃഷ്ണകുമാർ ബോധവറ്റ് കിടക്കുന്നവളെ താങ്ങിയെടുത്തു. നിമിഷ നേരം കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ എല്ലാം കൈവിട്ടുപോയിരുന്നു. കാരണം തിക്കിലും തിരക്കിലും പെട്ട് അവളുടെ നിലത്ത് വീണ കൈ ആളുകൾ ചവിട്ടി അരച്ചു. ഇനി ഒരിക്കലും അത് തുന്നിച്ചേർക്കാൻ പോലും കഴിയില്ല എന്ന സത്യം അവർ അവിടെ മനസ്സിലാക്കി. കൊച്ചുമോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ടും അവളുടെ പ്രായം വളരെ ചെറുതായിരുന്നതുകൊണ്ടും കൃഷ്ണകുമാർ അന്ന് അവന്റെ തറവാട്ടിൽ നിന്നും കുറച്ചു പണം കൊടുത്ത് അവരെ ഒതുക്കി. അതോടെ കൃഷ്ണകുമാറും ഒതുങ്ങി. മനസ്സിനേറ്റ ആ മുറിവ് അവനെ കുറ്റബോധത്തിലേക്ക് അഴ്ത്തിയതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സ്വയം പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തവൻ. 5 വർഷം അവൻ നാട്ടിലേക്ക് വന്നതേയില്ല. കൊച്ചുമോടെ കാര്യങ്ങൾ പിന്നീട് അവൻ തിരക്കിയതുമില്ല എന്നതാണ് മറ്റൊരു സത്യം. 5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരികെ വന്നപ്പോഴാണ് വിവാഹം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചത്. അവനും എതിർത്തില്ല. പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ ദല്ലാൽ പുറകെ കൂടും എന്ന് പറയുന്നത് പോലെ അവന്റെ തറവാട്ടിലും വന്നു ഒരാൾ. ഒരുപാട് ഫോട്ടോസ് കാണിക്കുന്ന കൂട്ടത്തിലാണ് അവന്റെ കണ്ണിൽ കൊച്ചുമോടെ ചിത്രം തെളിഞ്ഞു വന്നത്.
ഒരു നിമിഷം അവൻ ആ കണ്ണുകൾ തിരിച്ചറിഞ്ഞു. 5 വർഷം അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ ഏറെ സുന്ദരിയായതുപോലെ. പക്ഷേ അതൊന്നും ആയിരുന്നില്ല അവൻ ശ്രദ്ധിച്ചത്. ശൂന്യമായ അവളുടെ വലതുഭാഗമായിരുന്നു. കുഞ്ഞെ, ആ ഫോട്ടോ ഇങ്ങ് തന്നേരെ. ഇതാ കോലായിപ്പുറത്തെ കുമാരന്റെ മൂത്ത പെണ്ണ. കുഞ്ഞിന് പറഞ്ഞാൽ അറിയും. ഒരു 4-5 കൊല്ലം മുൻപ് പൂരത്തിനിടയിൽ വെട്ടുകൊണ്ട് ഈ കൊച്ചിന്റെ കൈയറ്റു പോയതാ. 18 വയസ്സായപ്പോൾ തൊട്ട് ഇതിന് കല്യാണം ആലോചിച്ചു തുടങ്ങിയതാണ്. കൈയില്ലാത്തത് കൊണ്ട് ഒന്നും ശരിയാവുന്നില്ല. കൈയില്ലെങ്കിൽ കൊടുക്കാൻ വല്ല ദമ്പടി ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നടന്നേനെ. ഇതിപ്പോ സർക്കാർ അനുവദിച്ചു കൊടുത്ത ഭൂമിയിൽ 4 ഓല വലിച്ചു കെട്ടിയാണ് അതുങ്ങൾ ജീവിക്കുന്നത്. കാണാൻ വരുന്നവർക്ക് അതുകൂടി പിടിക്കണ്ടേ? കുമാരനാണെങ്കിൽ എന്റെ പുറകെ നടക്കുക, മോൾക്ക് പറ്റിയ ഒരു ബന്ധം കൊണ്ടുവരാനെന്നും പറഞ്ഞുകൊണ്ട്. ഇതിന്റെ തൊട്ടിളയത് കല്യാണപ്രായമായി നിൽക്കുക. എവിടെ നടക്കാൻ? കയ്യും കാലും സൗന്ദര്യമുള്ള പെൺപിള്ളേർക്ക് തന്നെ ഇപ്പോൾ കല്യാണം നടക്കാൻ പാടാണ് കുഞ്ഞെ. അപ്പോഴായി കൈയില്ലാത്ത ഒരു കൊച്ച്. കുഞ്ഞാ ഫോട്ടോങ്ങിതാ, അതിവിടെ പൊടി പിടിച്ചിരുന്നോട്ടെ. ദല്ലാൽ കൃഷ്ണകുമാറിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ പിടിച്ചു വാങ്ങുമ്പോൾ അവന്റെ 2 തുള്ളി കണ്ണുനീർ കൂടി ആ ഫോട്ടോയിലേക്ക് ഇറ്റ് വീണു കഴിഞ്ഞിരുന്നു. എനിക്ക് ഈ പെൺകുട്ടിയെ മതിയേട്ടാ. അന്നവൻ തറവാട്ടിൽ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ ഫലമാണ് ഇന്ന് അമ്മാവന്റെ ആ വരവ്. ദല്ലാൽ വഴി കൊച്ചുമോടെ വീട്ടിൽ കാര്യങ്ങൾ അവൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. കൃഷ്ണകുമാറും തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. എടാ കൃഷ്ണകുമാറെ, നീ തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണോ നിൽക്കുന്നത്? ആൽത്തറയിലേക്ക് കൃഷ്ണകുമാറിന്റെ ഒപ്പം ചാടിക്കയറിയിരുന്നു കൊണ്ട് ശിവൻ ചോദിക്കുമ്പോൾ കൃഷ്ണകുമാർ ചിരിച്ചു. നിനക്കെന്താ സംശയം? ഇതൊരു സിമ്പതിയുടെ പുറത്ത് തോന്നുന്നല്ലടാ. ഞാനിതന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്തോ അവൾ അന്ന് കൊച്ചുകുട്ടിയല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നുകൂടാഞ്ഞത്. ഇന്നവൾക്ക് വിവാഹപ്രായം എത്തി. എനിക്ക് വേണ്ടിയാണ് അന്ന് അവളുടെ കൈയറ്റുപോയത്. അതിനു പകരം ഞാനല്ലാതെ ആരാടോ അവൾക്ക് വലം കൈയാകേണ്ടത്? കൃഷ്ണകുമാറിന്റെ ചോദ്യം കേട്ട് ശിവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുമ്പോൾ അകത്ത് കോവിൽ നിന്ന് ദീപാരാധനയുടെ മണിനാദം പുറത്തേക്ക് വന്നു. 2 പേരും എഴുന്നേറ്റ് തൊഴുത് കണ്ണു തുറക്കുമ്പോൾ ഗേറ്റ് കടന്നകത്തു നിന്നും വരുന്ന കൊച്ചുമോളും അവളുടെ അനിയത്തിയും. ധാവണി കൊണ്ട് മൂടിപ്പുതച്ച് വലതുവശം മറയ്ക്കാൻ പാടുപെട്ടുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ കണ്ടതും അവൾ കണ്ണുകൾ താഴ്ത്തി. ആ നിമിഷം കൃഷ്ണകുമാർ അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവളുടെ അനിയത്തിക്ക് നാണം വന്നു. അവൾ പതിയെ കൊച്ചുമോളെ ഒന്ന് തട്ടി. ദേ ചേച്ചി, കൃഷ്ണകുമാറേട്ടൻ. ആ നിമിഷം ഒരു പിടപ്പോടെ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഇത് വേണോ കൃഷ്ണകുമാറേട്ടാ? എടുത്തു ചാടി എടുത്ത തീരുമാനമല്ല. നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. പെട്ടെന്ന് കൃഷ്ണകുമാർ അത് പറയുമ്പോൾ ഉൾക്കൊള്ളാനാവാതെ കൊച്ചുമോൾ ഒരു നിമിഷം നിന്നു. അതേടോ, നന്നായി ആലോചിച്ച് തന്നെയാണ് ദല്ലാളെ അങ്ങോട്ട് വിട്ടത്. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ കൊച്ചുമോൾ ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. ഒരു കൈയില്ല എന്ന പോരായ്മ മാത്രമല്ല എനിക്കുള്ളത്. എനിക്ക് താഴെ 2 പേര് കൂടിയുണ്ട്. ഇവരുടെ പ്രാരബ്ധം കൂടി കൃഷ്ണകുമാറേട്ടന്റെ തലയിലാകും. പിന്നെ അതൊരു കണ്ണുകടിയാകും. കൊച്ചുമോൾ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം ഒരു വശത്ത് കടല വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു പൊതി കടലയും വാങ്ങിക്കൊണ്ട് ശിവൻ അവരുടെ അടുത്തേക്ക് വന്നു. അതോർത്ത് പെങ്ങൾ പേടിക്കണ്ട. ദേ, ഈ കൊച്ചിന്റെ കാര്യം ഞാൻ അങ്ങേറ്റു. ഇവളെ എനിക്ക് കെട്ടിച്ചു തന്നാൽ പിന്നെ ആ പ്രശ്നം സോൾവ് ആയില്ലേ? ഇന്നാ കടല. അനിയത്തിയുടെ നേരെ കടലയിൽ നീട്ടിക്കൊണ്ട് ശിവൻ അത് പറയുമ്പോൾ അനിയത്തി കണ്ണു തള്ളി നോക്കി. എന്താ, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ എനിക്ക് ഉണ്ട് മോളെ. പെണ്ണ് കെട്ടി അവളുടെ സ്ത്രീധനം വാങ്ങി ജീവിക്കേണ്ട ആവശ്യമൊന്നും ഈ ശിവേട്ടനില്ല. എന്റെ കൂടെ പോരുന്നെങ്കിൽ ഇന്നാ. വീണ്ടും കടല നീട്ടിക്കൊണ്ട് അവൻ പറയുമ്പോൾ കൊച്ചുമോട് അനിയത്തി ശ്രീകുട്ടി അവന്റെ കയ്യിൽ നിന്ന് ചെറിയ നാണത്തോടെ ആ കടലപ്പൊതി വാങ്ങി. ഇത് പോരെടോ, നാളെ തന്നെ അമ്മയും അമ്മാവനും അങ്ങോട്ട് വരും. പിന്നെ 2 പേരും ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോരാൻ തയ്യാറായിട്ടിരുന്നു. നിങ്ങളെ കൈവിടാനല്ല, കൂടെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾ വന്നത്. ചെറിയ ചിരിയോടെ കൃഷ്ണകുമാർ അത് പറയുമ്പോൾ പിന്നെ അതിനെ എതിർക്കാൻ തോന്നിയില്ല കൊച്ചുമോക്ക്. ചെറിയ നാണത്തോടെ 2 പേരും അവിടെ നിന്ന് പോകുമ്പോൾ ബുള്ളറ്റിൽ കയറിയിരുന്ന് കൃഷ്ണകുമാർ പുറന്നോട്ട് നോക്കി. നീ എന്ത് ധൈര്യത്തിലാണ് ആ പെൺകുട്ടിയെ കെട്ടാവെന്ന് പറഞ്ഞത്? അമ്മാവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കാര്യത്തിൽ തന്നെ അവിടെ 2 പേരും ഇടഞ്ഞു നിൽക്കുകയാണ്. കൃഷ്ണകുമാർ അത് പറയുമ്പോൾ ശിവൻ ഉറക്കെ ചിരിച്ചു. നീ എന്തുവാടെ കൃഷ്ണകുമാർ ഈ പറയുന്നത്? അയാൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് കുറച്ച് നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. എവിടെ നിന്നെങ്കിലും ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ തുടങ്ങുവന്ന്. പെണ്ണ് പോരാ, സ്ത്രീധനമില്ല, പെണ്ണിന്റെ അമ്മയുടെ മൂക്കുത്തിയുടെ കല്ലിന്റെ വലിപ്പം പോരാ, ഇതൊക്കെ പറഞ്ഞങ്ങരെ കല്യാണം മുടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി.
അയാൾക്കിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല പണിയാ പോയത്. നീ അച്ഛന്റെ അപ്പച്ചയുടെയും കാര്യം നോക്കണ്ട, അവരെ പറഞ്ഞ് നമുക്ക് സമ്മതിപ്പിക്കാം. വണ്ടി എടുക്കടാ. ശിവൻ കൃഷ്ണകുമാറിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറയുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ അവരിൽ നിന്നും മറഞ്ഞു പോകുന്ന ആ പെൺകുട്ടികളിലായിരുന്നു. ഇന്ന് എല്ലാവരുടെയും ആശീർവാദത്തോടെ 2 കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടന്നു. കൊച്ചുമോടെ വലതു കൈക്ക് പകരം അവളുടെ വലതുഭാഗം മുഴുവനും ഹരി ഏറ്റെടുത്ത് അവളെ ചേർത്ത് നിർത്തുമ്പോൾ അന്നോളം എതിർത്ത അവന്റെ അമ്മയുടെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി. വാമക്കളെ, എന്റെ മോന്റെ ജീവൻ ഒരിക്കൽ തിരിച്ചു തന്ന നീ തന്നെയാണ് ഈ വീടിന്റെ വിളക്ക്. 2 കൈകൾ കൂട്ടിപ്പിടിച്ച് വിളക്കെടുത്ത് ആ തറവാട്ടിലേക്ക് അവൾക്ക് കയറാൻ കഴിയില്ലെന്നറിയാവുന്നത് കൊണ്ട് ആ അമ്മ തന്നെ വിളക്കെടുത്ത് മുമ്പിൽ നടക്കുമ്പോൾ ഒരിക്കൽ കൃഷ്ണകുമാറിന്റെ ജീവിതത്തിന് വെളിച്ചമേകിയവൾ വലതുകാൽ വെച്ച് അവനൊപ്പം ആ വീട്ടിലേക്ക് കയറി. ഇനി കൃഷ്ണകുമാറിന്റെ പാതിയായി കൊച്ചുമോൾ എന്നും കൂടെയുണ്ട്. അവരുടെ ജീവിതം ഇവിടെ തുടങ്ങുന്നു.